രീതിയിൽ ഞാൻ പറയുന്നതാണ്. അത് ഒരിക്കലും എന്താ പറയുക, നമ്മൾ സന്തോഷം മാത്രമല്ല, എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക, അതെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഒരാൾക്കും വേണ്ടിയിട്ടല്ല, നമ്മൾ നമുക്ക് കൂടെ വേണ്ടിയിട്ട് ജീവിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം. എന്ന് വെച്ചാൽ അവരൊരു പാകം എത്തിരിച്ച് അത്യാവശ്യമൊക്കെ അറിഞ്ഞാണെങ്കിൽ ഓക്കെയാ. ഇപ്പം ഈ 4 വയസ്സുള്ള കുഞ്ഞിന് എന്തറിയാം? അവൻ അവൻ്റെ അമ്മേനെ അന്വേഷിക്കില്ലേ? പക്ഷേ ഈ ഇത്ര നാൾ അവൻ അമ്മയുടെ കൂടെ ആയിരിക്കും നിന്നിട്ടുണ്ടാവുക. എനിക്ക് ഇന്ന് അവനെ പിടിച്ച് പോകുന്ന വീഡിയോയും അവന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ആ സ്റ്റേജിൽ എൻ്റെ മകനെ മാത്രം, നമുക്കൊരു മകനുണ്ടല്ലോ, ഞാൻ അങ്ങനെ ചെയ്ത് എൻ്റെ കൊച്ചിന് എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ്. അപ്പം നമ്മൾ ഒരു നിമിഷം അവളെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിൻ്റെ അപ്പുറം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി കേട്ടോ. നമ്മൾ ആർക്ക് എന്ത് വിഷമം വന്നാലും നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. നമുക്ക് നമ്മളേ ഉള്ളൂ. കുറേ കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മറക്കും, അല്ലേ? എത്ര ലോകം അറിയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ മരിച്ചാൽ നമുക്ക് മാത്രം പോകാനുള്ളൂ. എനിക്കെന്തോ അത് പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതിനകത്ത് തെറ്റുകളോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയപ്പം ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യണം, നിങ്ങളോട് ഇത് പറയണം. അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി പറയാൻ ആരും ഇല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ഒരു ബുക്ക് എടുത്ത് നിങ്ങളുടെ വിഷമങ്ങൾ എഴുതി തീർക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാരണം എല്ലാവർക്കും ചിലപ്പം നമ്മളെ കേട്ടിരിക്കണം എന്നില്ല. നമ്മളെ കേൾക്കുന്നവർ വളരെ കുറവായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും നമ്മളെ കേൾക്കണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് സങ്കടം വരിക, നമുക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ, ഇങ്ങനെ എഴുതിയെങ്കിൽ എഴുതുക, നമ്മൾ സ്വന്തമായിട്ട് വേണേ പറയുക. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ കുറേയൊക്കെ തീരും. ആരും നമ്മുടെ വിഷമം അത് എത്ര ആഴമാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. കേട്ടിരിക്കുന്നവർക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, പോകുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരാൾ കേൾക്കാനുള്ളത് നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കണം, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ ഇങ്ങനത്തെ വീഡിയോകളോ ഒന്നും റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എന്തോ ഒരമ്മ എന്നുള്ള സ്ഥാനം എനിക്കിപ്പോൾ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ആ മകൻ്റെ കാര്യമൊക്കെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു. ഇന്നലെ രാത്രിയിലൊക്കെ കിടന്നപ്പോഴേക്കും എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു. ഒരു പക്ഷേ അവർ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കുമായിരിക്കാം. പക്ഷേ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് നമുക്ക് എന്ത് പകരം വെക്കാൻ പറ്റും? ഒന്നും പകരം വെക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഞാനൊന്ന് പറയണമെന്ന് തോന്നി, അതായിട്ടോ ഞാൻ വന്നേ. അപ്പം ശരി, ബൈ.